ഇതാ സ്വർണ്ണക്കൊള്ള കേസിൽ പിടിമുറുക്കുകയാണ് ഇ ഡി. പ്രതികളുടെ വിശദമായ മൊഴിപ്പകർപ്പ് ആവശ്യപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന് കത്തയച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിലെ ഉന്നതരുടെ അടക്കം പേരുകളാണ് നൽകണമെന്നിപ്പോൾ ഇ ഡി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിയമോപദേശം ലഭിച്ച ശേഷമാകും മൊഴിപ്പകർപ്പ് നൽകുന്നതിലടക്കം SITയുടെ തീരുമാനം വരിക. സജോ ദേവസി ചേരുന്നു വിശദാംശങ്ങളുമായി. സജോ, മുരാരി ബാബു ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു ഇ ഡി. അതിനിടയിലാണ് ഇപ്പോൾ പോറ്റിയുടെ മൊഴിപ്പകർപ്പ്, മറ്റ് പ്രതികളുടെ മൊഴിപ്പകർപ്പൊക്കെ ഇ ഡി ചോദിക്കുകയും ചെയ്യുന്നത്. വിശദമായ മൊഴിപ്പകർപ്പ് ലഭിച്ച ശേഷം ആ പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്യുക എന്നതായിരിക്കുമോ ഇ ഡി ഉദ്ദേശിക്കുന്നത്? ഏതായാലും ഈ കേസിൽ നിർണായകമായ അന്വേഷണത്തിലേക്ക് ഇ ഡിയും കടന്നിരിക്കുന്നു എന്നതാണ്. റെയ്ഡിന് പിന്നാലെയുള്ള നീക്കങ്ങൾ എന്തൊക്കെയാണ്? വിനീത, അതിനിർണായകമായ നീക്കമാണ് ഇ ഡിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ആദ്യഘട്ടത്തിലെ നടപടിക്ക് ശേഷം ഇ ഡി പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ നേരിടുന്ന ഒരു പ്രതിസന്ധി. പ്രധാന പ്രതികൾ ജയിലിലാണ്. അതിൽ മുരാരി ബാബു മാത്രമാണ് പുറത്ത്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ജയിലിൽ ഉള്ളപ്പോൾ തന്നെ അവരെ കസ്റ്റഡിയിൽ വാങ്ങിക്കുക, അത്തരം നടപടികളിലേക്ക് പോകുന്നത് പലതരം സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് പിന്നീട് ജാമ്യം ലഭിക്കുകയും അവർ പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അതേസമയം പുതിയൊരു അറസ്റ്റ് സംഭവിക്കുകയും PMLA നിയമപ്രകാരമുള്ള പല നടപടികളിലേക്കും കടക്കാൻ കഴിയും. അതായത് ഈ നിയമപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുള്ള ഒരു പ്രധാനപ്പെട്ട സാധ്യത, ഈ മൊഴിയുടെ പകർപ്പ് ലഭ്യമാവുകയാണെങ്കിൽ അതിൽ പേര് പരാമർശിക്കുന്ന ആരിലേക്കും വളരെ വേഗത്തിൽ പോകാൻ ഇ ഡിക്ക് നിലവിലുള്ള നിയമപ്രകാരം തന്നെ കഴിയും. SIT സാധാരണഗതിക്ക് ഒരു മൊഴി ലഭിച്ചതുകൊണ്ട് മാത്രം വളരെ തിടുക്കപ്പെട്ടൊരു നടപടിയിലേക്ക് പോകാറില്ല, അല്ലെങ്കിൽ ഈ കേസിൽ നിന്നല്ല ഏതൊരു കേസിലും പോകാറില്ല. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കാര്യം വ്യത്യസ്തമാണ്. ഇഫ് ദെയർ ഈസ് എ റീസൺ ടു ബിലീവ് എന്ന ഒരു സാഹചര്യം മാത്രം ഉണ്ടെങ്കിൽ പോലും സ്വത്ത് മരവിപ്പിക്കുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് പോകാൻ നിയമം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന അന്വേഷണ ഏജൻസിയെ അനുവദിക്കുന്നുണ്ട് എന്നാണ് ഈ നീക്കത്തിന്റെ പ്രാധാന്യം കൂട്ടുന്നത്. അതായത് SITയോട് കത്തയച്ച് ഈ മൊഴി പകർപ്പുകൾ നൽകൂ എന്താണ്. അതിനുശേഷം നടപടിയിലേക്ക് കടക്കാം. പിന്നീട് മാത്രം ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിക്കുകയോ അതല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്ന നടപടികൾ ഉൾപ്പെടെയുള്ളവയിലേക്ക് കടക്കുകയോ ചെയ്താൽ മതി. ഈ മൊഴി പകർപ്പുകൾ ലഭ്യമാവുകയാണെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അതിൽ പരാമർശിക്കുന്ന പുറത്തു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരം വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് അന്വേഷണം കൊണ്ടുപോകാൻ. ഉദാഹരണത്തിന് ഇതിനൊരു രാജ്യാന്തര റാക്കറ്റിന്റെ സ്വഭാവമുണ്ട്, അത്തരം ലിങ്കുകൾ ഉണ്ട് എന്ന ആരോപണമുണ്ട്. അതിലേക്ക് ഉൾപ്പെടെ കടക്കാൻ കഴിയും എന്താണ് പ്രധാനം. പക്ഷേ ഇതൊരു കോൺഫിഡൻഷ്യൽ സ്വഭാവത്തിലാണ് ഇപ്പോൾ SIT അവരുടെ കുറ്റപത്രം സമർപ്പിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോയിട്ടില്ല. സ്വാഭാവികമായും അതിനൊരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന സമീപനമാണ് SITയുടെ ഭാഗത്തു നിന്നുള്ളത്. അവർ വളരെ വേഗത്തിൽ അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായി ശേഖരിച്ച മൊഴികൾ അങ്ങനെ വളരെ പെട്ടെന്ന് ഇ ഡിക്ക് കൈമാറാൻ താല്പര്യപ്പെടുകയില്ല. പക്ഷേ നിയമോപദേശം തേടി നിയമപരമായ അങ്ങനെ നൽകേണ്ടതുണ്ട് എന്നതാണെങ്കിൽ, അങ്ങനെ ഒരു ബാധ്യതയുണ്ടെങ്കിൽ മാത്രമേ നൽകുകയുള്ളൂ. അല്ലാത്ത പക്ഷം നിരാകരിക്കാൻ കഴിയും. അന്വേഷണം തുടരുകയാണ്. അതിന്റെ കോൺഫിഡൻഷ്യൽ സ്വഭാവം ഇപ്പോൾ ഒരു അന്വേഷണ ഏജൻസി ഇത്തരം ഒരു അന്വേഷണം നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട രേഖകൾ അല്ലെങ്കിൽ മൊഴികൾ മറ്റൊരു അന്വേഷണ ഏജൻസിക്ക് കൈമാറില്ല എന്ന നിലപാട് സ്വീകരിക്കാം നിയമോപദേശം അങ്ങനെയാണെങ്കിൽ. പക്ഷേ ഇത് ലഭിക്കുകയാണെങ്കിൽ ഇ ഡി കടുത്ത നടപടികളിലേക്ക് വളരെ വേഗത്തിൽ കടക്കാനുള്ള സാധ്യതയാണ്. അതിന്റെ ഭാഗമായാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. ശരി, ഏതായാലും SIT നിയമോപദേശം തേടിയ ശേഷമായിരിക്കും ഈ മൊഴിപ്പകർപ്പ് നൽകുന്നതിൽ തീരുമാനമെടുക്കുക.